ഇപ്പൊ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ SIT സംഘം ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ പരിശോധനയൊക്കെ നടത്തി എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ആദ്യം മുതൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമാണ്. കാര്യം എന്താണ്, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. അത് കഴിഞ്ഞ് തൊട്ടു പിന്നാലെയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത പുറത്തു വരുന്നത്. പുറത്തു വന്നപ്പോൾ പോലും ആദ്യം വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ പോയത്. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഇതിന് മുൻകൈ എടുത്തത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള വളരെ പെട്ടെന്ന് അന്വേഷണം പോയത്. അല്ലാതെ ഒരിക്കലും കേരള പോലീസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരിക്കലും, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശമില്ലായിരുന്നെങ്കിൽ ഈ കേസ് എവിടെ എത്തില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഇങ്ങനെ അന്വേഷണങ്ങൾ നടക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് N. വാസു, പത്മകുമാർ, മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെല്ലാം അറസ്റ്റ് ചെയ്യുന്നു. ആ സമയത്തെല്ലാം ചോദിച്ചൊരു ചോദ്യമുണ്ട്, അടുത്തത് ആര്? ഇനി അടുത്ത മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നുള്ള കടകംപള്ളിയിലേക്ക് എത്തുമോ എന്നുള്ള വളരെ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്ന സാഹചര്യമായിരുന്നു. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ ശ്രദ്ധയും കൂടുതൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകും, ചർച്ചകളെല്ലാം അതിലേക്ക് പോകും. ആ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ LDFന് വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. അത് സ്വാഭാവികമായും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒന്ന്, ഭരണവിരുദ്ധ വികാരം; രണ്ട്, ആഗോള അയ്യപ്പ സംഘം നടത്തിയത് എന്തിനാണ്? വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ച്. അതിന് പിന്നാലെ വന്ന സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് സർക്കാരിനെ അല്ലെങ്കിൽ വിശ്വാസികളെ സർക്കാരിൽ നിന്ന് അകറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം നമുക്കറിയാം, പണ്ട് സ്ത്രീകളെ ശബരിമല നവോത്ഥാനം എന്ന് പറഞ്ഞ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയ സമയത്തും സർക്കാരിന് ഇതുപോലെ ഒരു തിരിച്ചടി കിട്ടിയിരുന്നു. അപ്പോൾ അതേ ശബരിമലയിൽ തന്നെ വീണ്ടും ഒരു പ്രശ്നം വരുമ്പോൾ സർക്കാരിന് അത് വീണ്ടും ഒരു തിരിച്ചടിയായി എന്നുള്ളതിൽ യാതൊരു സംശയമുള്ള കാര്യമല്ല. പിന്നീട് സ്വർണ്ണക്കൊള്ള വരുന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് മുരാരി ബാബുവിന് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നു. സർക്കാർ ഇവരെ സംരക്ഷിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ അവർ പാർട്ടി അംഗത്തു നിന്ന് പോലും പുറത്താക്കാതെ സർക്കാർ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ മറ്റൊരു ചോദ്യമുണ്ട് അവിടെ. സർക്കാർ ആരെയോ ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ സർക്കാർ എന്തിനെയോ ഭയക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ചേർത്ത് പിടിക്കുന്നത്. അല്ലെങ്കിൽ ഇനി തങ്ങളുടെ പേര് വരുമോ, അടുത്തത് ആരുടെ പേര് വരുമെന്ന് സർക്കാരിനറിയാം, അല്ലെങ്കിൽ LDFന് അറിയാം, CPM അറിയാം. അതുകൊണ്ടാണോ ഇത്തരം ഒരു നിലപാടെടുക്കുന്നതെന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇനി ED ആണ് ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് ED വരുമ്പോൾ രണ്ട് തരത്തിലാണ് ചർച്ചകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറഞ്ഞത് രണ്ട് കാര്യമാണ്. ഒന്നെങ്കിൽ ED വരുമ്പോൾ ശബരിമലയിലെ സ്വർണം കട്ടവരെ പിടിക്കും എന്നുള്ളൊരു തരത്തിലേക്ക്, അതല്ലെങ്കിൽ മറിച്ച് രാഷ്ട്രീയ അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നത് പോലെ CPM BJP അന്തർധാര ഉണ്ടെങ്കിൽ ഒരിക്കലും സ്വർണം കട്ടവർ ആരല്ല, യഥാർത്ഥ പ്രതികൾ പുറത്തു വരാതിരിക്കും. നമുക്കറിയാം, പല വിഷയങ്ങളിലും ED മുഖ്യമന്ത്രിക്കടക്കം കത്തയച്ചിട്ട് ആ വിഷയങ്ങളെല്ലാം മാഞ്ഞു പോയതാണ്. അപ്പൊ ED വരുന്നത് രണ്ടർത്ഥത്തിൽ നമ്മൾ അന്ന് എല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകർ, രാഷ്ട്രീയ കേരളം ഒന്നടക്കം പറഞ്ഞു, ഒന്നെങ്കിൽ സത്യം പുറത്തു വരും, അതല്ലെങ്കിൽ BJPയും CPMഉം തമ്മിലുള്ള അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ ED എല്ലാം മറച്ചു പിടിക്കും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം CBI ഈ കേറ്റെടുക്കാൻ സന്നദ്ധത, അല്ലെങ്കിൽ തങ്ങൾ തയ്യാറാണെന്ന് CBI പറഞ്ഞത്. ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ തങ്ങൾ ഈ കേസ് ഏറ്റെടുക്കുമെന്ന് CBI പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹൈക്കോടതി തന്നെ പറയുന്നുണ്ട്, ഈ കേസ് ഇപ്പൊ പോകുന്നത് വളരെ മന്ദഗതിയിലാണ്, ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല, കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവാദിത്തം, അല്ലെ ഹൈക്കോടതി മുൻകൈ എടുത്തുകൊണ്ട് ഹൈക്കോടതി പറയുന്നുണ്ട്. അപ്പൊ ഇത് CBIക്ക് വിടുമ്പോൾ ഇപ്പൊ പറയുന്നത് ED അന്വേഷിക്കുന്നത് ഈ പറയുന്ന പോലെ സ്വർണ്ണക്കൊള്ള അല്ല, പണമിടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ അന്വേഷിക്കില്ല, പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ്. അപ്പൊ ഈ കേസിന് CBIക്ക് ഹൈക്കോടതി വിടുമോ എന്നൊരു ചോദ്യമുണ്ട്. വിട്ടാൽ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യം പുറത്തു വരാൻ കഴിയും എന്നൊരു വിശ്വാസം കൂടുതൽ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ ED വരും എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ EDയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടതാണ് BJP സർക്കാരിന് എതിരായി നിൽക്കുന്ന, അല്ലെങ്കിൽ BJPക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെ ED വെച്ച് വേട്ടയാടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് കേരളത്തിൽ ED വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ കാര്യങ്ങളെല്ലാം സത്യസന്ധമായി തെളിയുമായിരിക്കാം. അതല്ലെങ്കിൽ ഒരു അന്തർധാര ഉണ്ടെങ്കിൽ ഒരിക്കലും EDക്ക് ഇത് തെളിയിക്കാൻ, അല്ലെങ്കിൽ ED ഇത് തെളിയിക്കില്ല എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ CBI അന്വേഷണം ഹൈക്കോടതി കൈമാറിയിട്ടില്ല, CBIക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആരാണ് ഈ D മണി എന്ന് പറയുന്ന ഒരു ചോദ്യം ഇന്നിപ്പോ രാവിലെ മുതൽ എല്ലാവരും ചോദിക്കുന്നത്, ആരാണ് ഈ D മണി, ഇനി ആരൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ ഒരാൾ ചെയ്ത കാര്യമല്ല, ഒരു ചേരൻ. ഇപ്പൊ ഈ പറയുന്ന പോലെ ദേവസ്വവും മന്ത്രിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വസിക്കാനാകില്ല. ദേവസ്വം ബോർഡിന്റെ അകത്ത് ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ ഇത്രയും വലിയ കൊള്ളം നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി ഇത് അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇത് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തല SITക്ക് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് ഈ D മണിയുടെ കാര്യമൊക്കെ പറയുന്നത്. അപ്പൊ ആരാണ് ഈ D മണി എന്നൊരു ചോദ്യമുണ്ട്. അതാരാണ്? ഇനി D മണിയിലേക്ക് എത്തുമ്പോൾ
അത് അടുത്ത ആരിലേക്കെല്ലാം വിരൽ ചൂണ്ടപ്പെടും എന്നൊരു ചോദ്യമുണ്ട്. കാര്യം നമുക്കറിയാം ശബരിമല എന്ന് പറയുന്നത് അത്രയും വിശ്വാസികൾക്ക്, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ജാതി മതമില്ല, എല്ലാ ജാതിക്കാരും മതക്കാരും ഒരുപോലെ വിശ്വസിക്കുന്നതാണ് അയ്യപ്പനെ എപ്പോഴൊക്കെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അയ്യപ്പനെതിരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം തിരിച്ചടിച്ചിട്ടുണ്ട് സർക്കാരിനെ. സ്ത്രീകളെ കയറ്റിയതാകട്ടെ, ഇപ്പൊ അയ്യപ്പൻ സംഘം നടത്തിയതിന് തൊട്ടു പിന്നാലാണ് ഈ സ്വർണ്ണക്കൊള്ള വരുന്നത്. അപ്പൊ ഇതെല്ലാം തിരിച്ചടി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കേരളം നോക്കിയിരിക്കുന്നത് അടുത്ത ആരിലേക്ക്. ഒരു തെരഞ്ഞെടുപ്പിന് മുന്നേ വരെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഇതാണ്, ഇനി അടുത്ത ആരിലേക്ക്, SIT ആരെ അറസ്റ്റ് ചെയ്യും, കടകംപള്ളി ആണോ അടുത്ത പ്രമുഖൻ ആര്, സർക്കാർ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. പിന്നീട് തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചർച്ച ഒന്ന് തണുത്തു. പക്ഷെ ഇപ്പൊ വീണ്ടും ഹൈക്കോടതിയാണ് പറയുന്നത്, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോ പ്രതിപക്ഷമോ അല്ലെങ്കിൽ പൊതുജനമോ ഒന്നുമില്ല, ഹൈക്കോടതിയാണ് പറയുന്നത് ഈ കേസ് മന്ദഗതിയിലാണ് പോകുന്നത്, ഇങ്ങനെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ ആകില്ല എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. ഇനിയിപ്പോ CBIക്ക് വിടുമോ ഇല്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ EDയും CBIയും എല്ലാവരും കൂടി അന്വേഷിക്കുമ്പോൾ എന്തായാലും ഇതിന്റെ ഒരു സത്യാവസ്ഥ പുറത്തു വരും. സർക്കാരിന് എത്ര കാലം ഇവരെ സംരക്ഷിക്കാനാകും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം അല്ലെങ്കിൽ പാർട്ടി എന്തുകൊണ്ട് ഈ അറസ്റ്റിലായ ആർക്കെതിരെയും നടപടി എടുക്കുന്നില്ല, അവർ ആരെയാണ് ഭയക്കുന്നത്, അവരാരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യം കേരള പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അതിന് വ്യക്തമായ മറുപടി സർക്കാർ കൊടുക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം മറുപടി പറയണം. അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, എന്നിട്ട് ഹൈക്കോടതിക്ക് ശബരിമലയുടെ പൂർണ്ണ ഉത്തരവാദിത്തം കൊടുക്കുക. കാര്യം ഇത്രയും വലിയൊരു കൊള്ള നടക്കുമ്പോൾ ദേവസ്വം ബോർഡ് അത് അറിഞ്ഞിട്ടില്ല, ദേവസ്വം മന്ത്രിക്ക് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നിടത്ത് പിന്നെ ഇങ്ങനെ ഒരു ബോർഡിന്റെ ആവശ്യമില്ലല്ലോ, ഹൈക്കോടതി തന്നെ നോക്കട്ടെ എന്ന തലത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. എന്താണ് പോറ്റി മുതൽ ഈ അവസാനം ഇനി അടുത്തത് ആരെന്നൊരു ചോദ്യമുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും ഇതിൻ്റെ അകത്തുള്ള സംശയങ്ങൾ കൂടി വരികയാണ്, ഇത് ആരിലേക്ക് പോകും. അപ്പോഴും ചോദ്യമുണ്ട്, സർക്കാർ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ സർക്കാർ തെറ്റുകാരല്ല എങ്കിൽ സർക്കാർ ഇങ്ങനൊരു നിലപാടായിരുന്നില്ല എടുക്കേണ്ടിയിരുന്നത്. കുറച്ചുകൂടി സ്ട്രോങ് ആയി ആഭ്യന്തര വകുപ്പ് വ്യക്തമായ പ്ലാനോടുകൂടി പോലീസ് അന്വേഷിക്കണം. അതൊന്നും ഈ കേസ് ചെയ്തിട്ടില്ല. അപ്പൊ സർക്കാരിന് ആരോഗ്യം ഒളിക്കാനുണ്ട്, അല്ലെങ്കിൽ സർക്കാർ വെട്ടിലാകുന്നുള്ള ഭയം സർക്കാരിനുണ്ട്. ഇനി ഹൈക്കോടതി ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ തെരഞ്ഞെടുപ്പിന് മുന്നേ, ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും, കാര്യം ഈ ഒരു കേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. സാധാരണ ഒരു കേസ് പോലെയല്ല, അമ്പലമാണ്, വിശ്വാസമാണ്, വിശ്വാസികളാണ്, ഇതെല്ലാം നമ്മൾ നോക്കണമല്ലോ. സ്വർണ്ണക്കൊള്ളയാണ്, ഒരു അമ്പലത്തിലെ സ്വർണം അല്ലെങ്കിൽ അമ്പലത്തിലെ ഭഗവാൻ, ഇനിയിപ്പോ അയ്യപ്പനെ വരെ കുറച്ചുകൂടി സമയം കിട്ടിയെങ്കിൽ അടിച്ചുകൊണ്ട് പോകും എന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി ഹൈക്കോടതി ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ കേസ് തെളിയിക്കാനാകൂ എന്നുള്ള യാതൊരു സംശയവുമില്ല. ഇപ്പോ ഒറിജിനൽ ആൾക്കാരെ അല്ലെങ്കിൽ ഈ കൊള്ളം നടത്തിയ ആൾക്കാരെ സർക്കാർ കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ, അപ്പൊ ഈ ജനങ്ങൾ സർക്കാരിനൊപ്പം കൂടെ ഉണ്ടാവുമെന്ന് സവർണയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അതിലിനിയിപ്പോ അതൊരു സംശയമാണ്. കാര്യം ഇനി സർക്കാർ ഒന്നും ചെയ്യില്ല, ഹൈക്കോടതിയാണ്. ഇനി EDയോ CBIയോ കണ്ടെത്തിയാൽ പോലും അതിനി അടുത്ത CPMകാരോ അല്ലെങ്കിൽ നേതാക്കളോ ആകാനുള്ള സാധ്യത കൂടുതലാണ്. മറിച്ച് ഈ പറയുന്ന പോലെ മുരാരി ബാബു അല്ലെങ്കിൽ ഇതുവരെ അറസ്റ്റിലായവരെ സർക്കാർ തള്ളിപ്പറഞ്ഞാൽ ഒരുപക്ഷെ വലിയ മാജിക് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല, അല്ലെങ്കിൽ കേരള സമൂഹം അത് പൂർണ്ണമായി ഏറ്റെടുക്കില്ല. കാര്യം അറസ്റ്റ് ചെയ്ത് ഇത്രയും ദിവസമായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് കേരള സമൂഹം അത് ഏറ്റെടുക്കണമെന്നില്ല. പക്ഷേ സർക്കാരിന് മുഖം രക്ഷിക്കാനാകും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കടക്കം ധൈര്യപൂർവ്വം, ദേവസ്വം മന്ത്രിക്ക് ധൈര്യപൂർവ്വം പറയാം, CPM നേതാവായിരുന്നു അല്ലെങ്കിൽ CPM ഉണ്ടായിരുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്തരം മാതൃകാപരമായ ഒരു നിലപാടെടുത്തു എന്ന് പറയാൻ. പക്ഷെ അതിപ്പോ ഇനി അതും സാധിക്കില്ല. കാര്യം കേസ് ഇത്രയും വൈകി, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഇത്രയും ദിവസമായിട്ടും സർക്കാർ ഒരു നിലപാട് എടുക്കാത്തത് കൊണ്ട് ഇനി അത് കേരള സമൂഹം എത്രത്തോളം വിശ്വാസ്യതയിൽ എടുക്കുമെന്നുള്ള ഒരു ചോദ്യം ബാക്കിയാണ്.